ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി 1 തിമോത്തിയോസ് 1:17 വായിക്കുന്നു. നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏകദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും. ആമേൻ. ക്രിസ്തുവേശുവിലേവർക്കും സ്നേഹവന്ദനം. ക്രിസ്തീയ വിശ്വാസികളെ പീഡിപ്പിച്ചിരുന്ന ശൗലെന്ന വ്യക്തിക്ക് കർത്താവിൻ്റെ കരുണ ലഭിക്കുകയും തുടർന്ന് പൗലോസ് എന്ന അപ്പോസ്തലനായി മാറുകയും ചെയ്തു. കൊടും പാപികൾക്ക് പോലും കൃപ നൽകുവാനുള്ള ദൈവത്തിൻ്റെ സന്നദ്ധതയെ പൗലോസിൻ്റെ അനുഭവത്തിലൂടെ നാം മനസ്സിലാക്കുന്നു. തന്നിൽ വിശ്വസിക്കുന്ന ഏവർക്കും യേശു രക്ഷ നൽകുന്നു എന്നതിന് പൗലോസ് മാതൃകയാണ്. മുമ്പേ താൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു എങ്കിലും അവിശ്വാസത്തിൽ അറിയാതെ ചെയ്തതാകൊണ്ട് തനിക്ക് കരുണ ലഭിച്ചതായി പറയുന്നു. നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏകദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും അർപ്പിച്ചിരിക്കുന്നു. ദൈവം നിത്യരാജാവാണെന്നും പൂർണ്ണ മഹത്വത്തോടെ ഭരിക്കുന്നവനും വാഴുന്നവനും എല്ലാ കാലങ്ങളെയും മറികടക്കുന്നവനുമാണ്. അമർത്യനായ ദൈവം അവസാനമില്ലാത്തവനാണ്. അദൃശ്യനായതും നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കുവാൻ കഴിയാത്തവനുമാണ് ദൈവം. എല്ലാം അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ദൈവത്തിന് പൗലോസ് ബഹുമാനവും മഹത്വവും നൽകുന്നു. പാപിയായിരുന്ന തൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് ഓർത്തപ്പോൾ സ്തുതിയാലും ആരാധനയാലും ദൈവനാമത്തെ ഉയർത്തുന്നു. ദൈവം ആരെന്നുള്ള പൂർണ്ണമായ ചിത്രം നമുക്ക് നൽകുവാൻ പൗലോസിന് കഴിയുന്നു. പിതാവായ ദൈവം ക്രിസ്തുവിലൂടെ നമുക്ക് രക്ഷാപദ്ധതി ഒരുക്കി. യുഗങ്ങളുടെ രാജാവായ ദൈവം അദൃശ്യനും അമർത്യനുമായതിനാൽ പുത്രനാം യേശുവിലൂടെ നമുക്ക് ദൈവത്തെ കാണുവാൻ അവസരമൊരുക്കി. യേശു ക്രിസ്തുവിലൂടെ ദൈവത്തിൻ്റെ മക്കളാകുവാൻ നമുക്ക് ലഭിച്ച പദവി ഭയഭക്തിയോടെയും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മെ സഹായിക്കുന്നു. അതെ, നമുക്കൊരുമിച്ച് നിത്യരാജാവായ അക്ഷയനും അദൃശ്യനുമായ ഏകദൈവത്തിന് എന്നേക്കും മഹത്വം കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. God bless us.